രാവിലെ ഒരു വ്യായാമത്തിന് വേണ്ടി നടക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ നടക്കാൻ പോകുവാനായിട്ട് മടിയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ കാരണം അവർക്ക് നടക്കാൻ പോകാൻ പറ്റില്ല. എന്നാൽ നമ്മളൊരു 5 മിനിറ്റ് വീട്ടിൽ തന്നെ ഒന്ന് ചിലവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു 3 വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നടക്കുന്നതിനേക്കാൾ നല്ല ബെനിഫിറ്റ് ഉള്ളത്. എന്നാൽ നടക്കാൻ പോകരുതെന്നല്ല, നടക്കാൻ പോകുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നടക്കാൻ പോയതിനു ശേഷം ഈ വ്യായാമങ്ങൾ ചെയ്താലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചു നിർത്താനുമെല്ലാം നമ്മളെ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിവതും ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ബോഡിയുടെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി നന്നായിട്ട് വാം ആകാനായിട്ടും ഈ വ്യായാമങ്ങൾ നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയ്ക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. മാർജാരി ആസനത്തിൽ വരിക. അപ്പോ കൈയുടെ പത്തി നിങ്ങളുടെ ഷോൾഡറിന്റെ താഴെയും അതുപോലെ മുട്ടുകാൽ അരക്കെട്ടിന് താഴെയും നേരെ വരാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വലതുകൈ തറയിൽ വെച്ചുകൊണ്ട് വലത് മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലതുകൈ ആകുന്നത്ര ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ഡൗൺ ചെയ്ത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. അതുപോലെ തന്നെ ഇടതുകൈ തലയിൽ വെക്കുക. അതിനുശേഷം ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. അതിനുശേഷം ക്യാറ്റ് പോസിൽ വരിക. നമ്മളപ്പോൾ മാറിയല്ല, ആദ്യം വലതു സൈഡ് 5 തവണ, അതിനുശേഷം ഇടതു സൈഡ് 5 തവണ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കേണ്ട രീതിയും മനസ്സിലാവും. ക്യാറ്റ് പോസിൽ വരിക ഇതുപോലെ. ഇനി നമുക്ക് ആരംഭിക്കാം. വലതു കൈ തലയിൽ വെക്കുക, കൈമുട്ട് മാറ്റിൽ നിലത്ത് മുട്ടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കൈമുട്ട് മുകളിലോട്ട് ഉയർത്തുക, ആവുന്നത്ര വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഒരു റൗണ്ട്. ഒരിക്കൽ കൂടി വലതു കൈ ഉയർത്തുക, കൈമുട്ടിലേക്ക് നോക്കുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തി മുകളിലോട്ട് നോക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 3 റൗണ്ട്. ശ്വാസം എടുത്ത് വലതു കൈ ഉയർത്തുക, മാക്സിമം ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ശ്വാസം വിട്ട് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 4 റൗണ്ട്. വലതു കൈ ഉയർത്തി മാക്സിമം മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. ഇനി വലത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 5 റൗണ്ട്. ഇനി നിങ്ങൾ വീണ്ടും ക്യാറ്റ് പോസിൽ വരിക. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. എതിർവശം വലതു കൈ ഇടത് കൈ തലയിൽ വെക്കുക. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ആവുന്നത്ര ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ശ്വാസം വിട്ട് ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 1 റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ആവുന്നത്ര. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 3ാമത്തെ റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ഇടത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഡൗൺ ചെയ്ത് നിലത്ത് മുട്ടുകൈ മുട്ടിക്കുക. 3 റൗണ്ടായി. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, മാക്സിമം ഡൗൺ ചെയ്ത് ഇടത് കൈ മുട്ട് നിലത്ത് മുട്ടിക്കുക. 4 റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മാക്സിമം മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇനി ഇടത് കൈ മുട്ട് നിലത്ത് മുട്ടിക്കുക. 5 റൗണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയാവും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. മാറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. അതിനുശേഷം കാലുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ് ഇതുപോലെ
കാല് വെച്ചതിന് ശേഷം 1 2 3 ഇതുപോലെ 3 ഫുട്ട് ഡിസ്റ്റൻസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനത്തിന്റെ ഒരു വേരിയേഷൻ ആണ്. ഇതുപോലെ നിങ്ങൾ നിന്നിട്ട് വലതുകൈ ഉയർത്തി ഇടതുവശത്തേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം വലതുകൈ അപ്പ് ചെയ്ത് റിലാക്സ് ആവുക. അതിനുശേഷം ശ്വാസം എടുത്ത് ഇടതുകൈ അപ്പ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ട് വലതുവശത്തോട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുക. ഇനി അപ്പ് ചെയ്യുക, ശ്വാസം എടുത്ത് റിലാക്സ് ആവുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. റൈറ്റ് സൈഡ് ഒരു 5 റൗണ്ട്, അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ഒരു 5 റൗണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യം മാറ്റി നിൽക്കുക. ഇനി ശ്വാസം എടുത്ത് വലതുകൈ ഉയർത്തുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, ആവുന്നത്ര അപ്പ് ചെയ്യുക ഒരു റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, അപ്പ് ചെയ്യുക 2 റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, അപ്പ് ചെയ്യുക 3 റൗണ്ട്. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക, അപ്പ് ചെയ്യുക 4 റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, ആവുന്നത്ര ഇൻഹേൽ അപ്പ് ആൻഡ് റിലാക്സ്. ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ 5 റൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് 5 റൗണ്ട് ചെയ്യാം. ഇൻഹേൽ ലെഫ്റ്റ് ആം അപ്പ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, ഇതുപോലെ ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. എക്സേൽ ബെൻഡ് ചെയ്യുക, ഇതുപോലെ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം, നിങ്ങൾക്ക് ആവുന്നത്ര ബെൻഡ് ചെയ്യാം. ഇൻഹേൽ അപ്പ് 2 റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക, ആവുന്നത്ര ഈ ഹിപ്പ് ശരിക്കും സ്ട്രെച്ച് ചെയ്യണം. ഇൻഹേൽ അപ്പ് 3 റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം, ഇത് ഹിപ്പില് കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ്. ഇൻഹേൽ അപ്പ് 4 റൗണ്ട്. 5ാമത്തെ റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം, ഇൻഹേൽ അപ്പ്. അതിനുശേഷം കൈ സ്ട്രെച്ച് ചെയ്ത് ഇടത് കൈ കൂടി റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാലടിപ്പിച്ച് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 റൗണ്ട് കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ. ഇനി 2 കാലുകളും അടുപ്പിച്ച് വെക്കുക. 2 കൈകളും അരക്കെട്ടിന് സമീപം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും വയറിലെ മസിൽസ് സ്ട്രോങ് ആക്കുവാനുമുള്ള ഒരു വ്യായാമമാണ് ചെയ്യുന്നത്, ലെഗ് ലിഫ്റ്റിംഗ്. അപ്പോൾ കാലടുപ്പിച്ച് വെക്കുക. ഇനി നിങ്ങൾ 2 കാലുകളും ഉയർത്തി ഇതുപോലെ. അതിനുശേഷം കാല് സെപ്പറേറ്റ് ചെയ്യുക ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ്. അതിനുശേഷം 2 കാലും ഡൗൺ ചെയ്യുക. വീണ്ടും കാലടുപ്പിക്കുക, അപ്പ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഒരു 5 റൗണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യും. അതിനുശേഷം കാല് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അപ്പ്, ഇനി കാലിന്റെ അടുപ്പിക്കും, അതിനുശേഷം ഡൗൺ ചെയ്യുക. നമുക്ക് ഈ ഒരു പൊസിഷൻ 5 റൗണ്ട് കാല് സെപ്പറേറ്റ് ചെയ്തും 5 റൗണ്ട് കാല് ടുഗദർ ഒരുമിച്ച് വെച്ചും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്ന ഒരു രീതി കൂടി മനസ്സിലാവും. നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2 കാലുകളും അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് സെപ്പറേറ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക. കാലൊരുമിക്കുക, ഡു ടുഗദർ, അപ്പ്, മാക്സിമം ആൻഡ് എക്സേൽ. കാല് സെപ്പറേറ്റ് ചെയ്യുക, ഇനി ഡൗൺ. 2 റൗണ്ടായി. കാലുകൾ അടുപ്പിക്കുക, അപ്പ്, മാക്സിമം ആൻഡ് എക്സേൽ. കാല് സെപ്പറേറ്റ് ചെയ്യുക, ഇനി കാല് ഡൗൺ ചെയ്യുക. പറ്റുമെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാതെ നോക്കുക. 3 റൗണ്ടായി. ടുഗദർ. കാലടിപ്പിക്കുക, അപ്പ്, മാക്സിമം ആൻഡ് എക്സേൽ. സെപ്പറേറ്റ് ചെയ്യുക, ഇനി ഡൗൺ ചെയ്യുക. നിലത്ത് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ, മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. 4 റൗണ്ടായി. കാലടിപ്പിക്കുക, അപ്പ്, മാക്സിമം, എക്സേൽ. കാല് സെപ്പറേറ്റ് ചെയ്യുക ആൻഡ് ഡൗൺ. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി 5 റൗണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്. കാല് സെപ്പറേറ്റ് ചെയ്യുക ഇതുപോലെ.
ഇനി അപ്പ് മാക്സിമം ആൻഡ് എക്സേൽ. ഇനി കാലടിപ്പിക്കുക ആൻഡ് ഡൗൺ. അപ്പ് സെപ്പറേറ്റ് ചെയ്യുക, ഇൻഹേൽ ചെയ്യുക, അപ്പ് മാക്സിമം ആൻഡ് എക്സേൽ രണ്ടാമത്തെ റൗണ്ടാണ്. ടുഗദർ ആൻഡ് ഡൗൺ. സെപ്പറേറ്റ് ചെയ്യുക, അപ്പ് മാക്സിമം ആൻഡ് എക്സേൽ, ടുഗദർ ആൻഡ് ഡൗൺ. ഇപ്പോൾ 3 റൗണ്ടായി. സെപ്പറേറ്റ് ചെയ്യുക, കാല് നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പ് മാക്സിമം ആൻഡ് എക്സേൽ, ടുഗദർ ഡൗൺ. 4 റൗണ്ടായി. കാല് നിലത്ത് മുട്ടിക്കരുത്. സെപ്പറേറ്റ്, അപ്പ് മാക്സിമം ആൻഡ് എക്സേൽ, ടുഗദർ ആൻഡ് ഡൗൺ. കാല് നിലത്ത് മുട്ടിക്കരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 റൗണ്ട് കൂടി അല്ലെങ്കിൽ 10 റൗണ്ട് കൂടി റിപ്പീറ്റ് ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ആയി മാറ്റിൽ കിടക്കാം ഇതുപോലെ. എന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുത്തു വിടുക.